എന്നോട് വിഷമം തോന്നരുത്. സന്തോഷത്ര എനിക്ക്. നീ പറഞ്ഞതിനാല് ശരി. ഒരു മരുമോനെ എവിടുന്ന് കിട്ടും, പക്ഷേ ഒരു മോനെ കിട്ടും. എന്നാ ഇനി പെങ്ങളുടെ കാര്യം ഏട്ടൻ തന്നെ തീരുമാനിച്ചോളൂ. നമുക്കത് ഉടനെ നടത്താം. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആശാനെ സമ്മതിക്കണം. നീ കണ്ടുവച്ച ആളാണെങ്കിൽ പിന്നെ എനിക്കെന്താ എതിര്? ഞാൻ സമ്മതിച്ചിരിക്കണം. ആൾ ആരാണെന്ന് അറിയണ്ടേ? രവി. അപ്പനാവന്റെ മോനോ? നീ എന്ത് വിടിത്തരേ പറയണേ? അവൻ ആശാൻ വിചാരിക്കുന്ന പോലല്ല. ഒരു ഇത്തിരി വികൃതിത്തരം ഉണ്ടെന്നേ ഉള്ളൂ. പ്രായത്തിന്റെ എടുത്തേട്ടം കഴിയുമ്പോ ഒക്കെ ശരിയായിക്കൊള്ളും. കാഴ്ചയിൽ രാധയ്ക്ക് നല്ല ചേർച്ചയുണ്ട്. അവര് തമ്മില് ഇഷ്ടത്തിലുമാണ്. നിന്നെ തിരക്കി ഇടയ്ക്ക് അവരോട് വരുമ്പോഴേ എന്റെ മനസ്സ് തോന്നിയതാ ഈ ഇഷ്ടം നടക്കാൻ പോലില്ല. രാധേ, എടി രാധേ. ആശാനെ, രാധയുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അച്ഛനെ നീ ചതിച്ചല്ലോടി. എന്താ ആശാനെ പറയുന്നേ? നീ പൊയ്ക്കൊടിയാത്ത. ഇതുകൊണ്ടാണ് നിന്റെ മനസ്സ് മാറുന്നതല്ലേ? ഏയ്, അതൊന്നും നമുക്ക് ഇപ്പൊ ആലോചിക്കണ്ട. ഇതെപ്പോ നടത്താമെന്ന് ആലോചിക്കും. ഞാൻ ഒന്നിനുമില്ല. നീ ആലോചിക്കുക, നടത്തുക, എന്ത് പണി ചെയ്തു. ഇനി ഇങ്ങനെ കരയണമെന്തിനാ? അച്ഛനെ കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഏട്ടന് ഒരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ നോക്കാം. പക്ഷെ അതിനു മുമ്പ് ചീത്തപ്പേര് കേൾപ്പിക്കരുത്. അച്ഛൻ ചിലപ്പോൾ എന്തെങ്കിലുമോ പറഞ്ഞിരിക്കും. കാര്യമാക്കില്ല. സന്തോഷമായില്ല. പോട്ടെ. ശ്രീധരേട്ടാ, എന്നെ വെറുക്കരുത്. നിന്നെ വെറുക്കാൻ എനിക്ക് പറ്റൂടി. സമാധാനമായിട്ട്. അത് ശരി. ഇത്ര നേരം വടി വിഴിഞ്ഞ മാതിരി ഇവിടെ കാത്തു നിന്നിട്ട് കാണാത്ത മാതി പോവാ? ആരെങ്കിലും കാണില്ലേ ബേട്ടാ? അത് കൊള്ളാം. 1.5 കൊല്ലം ഈ നാട്ടുകാരെ മുഴുവൻ പേടിച്ചു കഴിഞ്ഞു. ഇപ്പൊ കല്യാണം നിശ്ചയിച്ചു. ഇനിയും പേടിക്കണം. ഇത്ര പെട്ടെന്ന് എല്ലാം നേരെയാകുമെന്ന് ഞാൻ വിചാരിച്ചല്ല. എന്റെ പ്രാർത്ഥനയുടെ ഫല. പ്രാർത്ഥന. ഇടത്തെ ചെവിയിൽ ഇപ്പോഴും വണ്ടും മുളുന്ന പോലെയാ ശ്രീധരേട്ടന്റെ അടി. അപ്പൊ എന്റെ സ്ഥിതിയോ? മരിച്ചാ മതിയും തോന്നി. ശ്രീധരേട്ടനും കുഞ്ഞാലിക്കയുടെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല എനിക്ക്. നീ ഇനി എങ്ങനെ ആരുടെ മുഖത്ത് നോക്കാൻ പോണ്ട. ഈ മുഖത്ത് മാത്രം നോക്കിയാൽ മതി. രവിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു? ഇല്ല, പറയണം. നിന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ ചേരാനാ ബുദ്ധിമുട്ട്. നിന്റെ അച്ഛന് മനുഷ്യനെ ആസാക്കണ ഒരു വർത്താനമുണ്ട്. എന്റെ അച്ഛനാണെങ്കിലോ ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല എന്നൊരു മട്ട. കുറെ നുണ പറയേണ്ടി വരും. വെറുതെ അല്ല ആളുകൾ വിളിക്കണത്. എന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച്. നീ ഇവിടെ കിടന്ന് ലവ് സീനാണല്ലേ? ഞാൻ ഉള്ളിടത്ത് അന്വേഷിച്ചല്ല കാണൂ. അല്ലാതെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോയി കറങ്ങിയാ കാണോ? മതി മതി. അപ്പൊ അങ്ങോട്ട് കയറാൻ എന്നെ ശ്രീധരേട്ടൻ കാത്തിക്കുണ്ട്. എന്തിനാ? എന്റെ ഭംഗിയുണ്ട് എന്നൊന്ന് കാണാനേ. കാണാൻ തുറക്കിട്ടില്ല. എന്റെ പൊന്നു മോളെ, ഇതിന് നല്ല മൂക്കാരിട്ട് പിടിച്ചോണ്ടി. അല്പം വിശവുള്ള ജാതിയാ. അങ്ങോട്ട് കയറുന്നു. നിങ്ങൾ എന്ത് മനുഷ്യനാ കുഞ്ഞാലിക്ക? എനിക്ക് എന്റെ പെണ്ണിനോട് ഒരു കൊച്ചു വർത്താനം പോലും പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലോ. അങ്ങോട്ട് മാറിയുന്നേ, ഞാനിപ്പോ വരാം. ഞാൻ നാളെ വണ്ടിയിൽ പോകും. അടുത്ത ആഴ്ച വരും. ഒരാഴ്ച കാണാണ്ടിരുന്ന എനിക്ക് എന്ത് വിഷമാണെന്ന്. നാട്ടില് പണിയെടുക്കണ നല്ലത്. എന്താ മുഖത്ത്? എന്താ ഇവിടെ പോവാൻ കുഞ്ഞിരിക്കാൻ പോവാ.
ഒരു വീടോട്ടെ വീടില്ലേ അയ്യോ ഇതല്ലേ നന്നായി. മീശ പറഞ്ഞു പോടാ. എപ്പോഴാ വന്നത്? 4-5 മണിക്കൂറായി വന്നിട്ട്. ഞാൻ ഇന്നലെ രാത്രി വന്ന് പെട്ടതാ. എവിടേക്കാ ലോഡ്? പൂനെക്ക്. അതെ, നമ്മുടെ തമിഴിന്റെ പെട്ടിക്കലയുടെ പുറകില് ഒരു സാധനം വന്ന് പെട്ടിട്ടുണ്ട്. പുതിയതാ, 10-18 വയസ്സ് വരും. ഒരു പാവാടാ. നിനക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിയേച്ചു. ഓ വേണ്ട. ഞാൻ പോട്ടെ. ഉം. കിട്ടിയോടാ? ആ കിട്ടി. കൈക്കൂലിയുടെ നിരക്ക് കൂട്ടി. ഇപ്പൊ എല്ലാം പണ്ടത്തിന്റെ ഡബിളാ. ഇവന്റെ ഒക്കെ മക്കൾ അനുഭവിക്കും. ഓ പിന്നെ കൈക്കൂലി ഇല്ലാത്ത എവിടെയാ? എല്ലായിടത്തും വാങ്ങിച്ചോട്ടെ, ഒരു മര്യാദ വേണ്ടേ? ഇപ്പൊ അവരൊക്കെയാ നന്നാവണേ, കള്ളന്മാരും ചതിയന്മാരും ഒക്കെ. ഇപ്പൊ അവരുടെ കാലമാ. ഗോവിന്ദാശാനെ, ആശാനെ, ഗോവിന്ദാശാനെ, ആശാനെ, ഞാന് പപ്പനാവനോ? നമുക്ക് സംസാരിക്കാലോ. വെട്ടുകത്തി ഞാനിത്തിരി പണിയിലായിരുന്നു. മുറ്റത്ത് മുഴുവൻ പുല്ല. ഇരിക്കെ. രാധേ, രാധേ, ഇരിക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കുറേ നാളായാലോ കണ്ടിട്ട്. എന്താ അച്ഛാ? രവിയുടെ അച്ഛനാ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. മധുരം വേണ്ട, എനിക്ക് പഞ്ചാരയുടെ അസുഖമുണ്ട്. അപ്പൊ അച്ഛനും മോനും ഒരേ അസുഖമാണല്ലോ. ഇല്ല, അവനില്ല. അത് അസൂയക്കാര് പറയണതാ. എനിക്കുണ്ട്. ആയ കാലത്ത് ഇഷ്ടം പോലെ മധുരം കഴിച്ചിട്ടുള്ളതാ. അതറിയാം. ഇപ്പൊ ഡയറ്റ് കൺട്രോളാ. വീട്ടിൽ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഞാൻ കഴിക്കില്ല. അത് കഴിക്കാതെ ആയിട്ട് 10-12 കൊല്ലായാലോ. പിന്നെ വൈഫ് നിർബന്ധിച്ചാൽ നല്ല നാടൻ കോഴി ഫ്രൈ ചെയ്തതാണെങ്കിൽ ഒരു പീസ് കഴിക്കും. ബ്രോയിലർ പറ്റില്ല. ഏയ്, അതുപോലെ മദ്യപാനം ഇല്ല. തലയൂരാൻ പറ്റാത്ത കമ്പനിയാണെങ്കിൽ 1 ഗ്ലാസ് ബിയറും 50 ഗ്രാം അണ്ടിപ്പരിപ്പും. ആ, ഉവ്വ് ഉവ്വ്. പിന്നെ എന്റെ രവിയും ഗോവിന്ദന്റെ മോളും തമ്മിൽ ലവ് ആണോ? അല്ല, അത് മോനോട് ചോദിക്കുന്നതല്ലേ എളുപ്പം. അവൻ പറഞ്ഞു അവന് പല സ്ഥലത്തുനിന്നും ആലോചനകൾ വരുന്നുണ്ട്. ദേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സർക്കിളിന്റെ മൂത്ത മോളുടെ ഒരു ആലോചന വന്നു. എന്താ കുട്ടിക്ക് കയ്യോ കാലോ കണ്ണോ വല്ലോ ഇല്ലാന്നുണ്ടോ? ഏയ്, കുട്ടിയൊക്കെ മിടുക്കി. സർക്കിളായാലും അയാളുടെ തറവാട് മോശ. എന്തായാലും ഭാഗ്യ ആശാന്റെ മോൾക്കാ. അവന്റെ അമ്മാവനും വേണ്ടപ്പെട്ട ബന്ധുക്കളെയും കൂട്ടി ഞാനൊരു ദിവസം വരാം. അതാ നല്ലത്. അല്ലെങ്കിൽ എന്റെ നാക്കിന് ഇത്തിരി ചൊറിച്ചിലുണ്ട്, അത് പിന്നെ പ്രശ്നമാവും. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ആ, കാണിക്കണം. ആ. ആ മോളെ, അവിടെ മധുരം വേണ്ട. ആയ കാലത്ത് പല ചക്കരക്കുടങ്ങളിലും കൈയിട്ട് മധുരം കഴിച്ച് കഴിച്ച് മൂപ്പർക്ക് ഇപ്പൊ മധുരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ. അല്ലേ പാപ്പനവാ? അച്ഛനത് കുടിക്കും. ഗ്യാസ് ഗ്യാസ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഞങ്ങൾ വരുന്ന ദിവസം അറിയിക്കാം. അതിനിടയ്ക്ക് ഞാൻ വെറുതെ വരാം. നമുക്ക് വല്ല വർത്താനം പറഞ്ഞിരിക്കാലോ. സന്തോഷായി. പിന്നെ ആ ശ്രീധരൻ ഇതിൽ ഇടപെടുത്തണ്ട. സംസ്കാരം ഇല്ലാത്തവനാ. ആഹാ, അതെ, അത് ഞാൻ തീരുമാനിച്ചോളാം. മതി മതി, തീരുമാനിച്ചാ മതി. വീട്ടിൽ വരുന്നവരെ കളിയാക്കണം എന്തിനാ? അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഇയാൾക്ക്. എങ്ങനെയൊക്കെ ആയാലും രവിയേട്ടന്റെ അച്ഛനല്ലേ? ഓ, രവിയേട്ടന്റെ അച്ഛൻ നിലവിട്ട് എന്നെ കൊണ്ടൊന്ന് പറയണ്ട. എന്റെ ശ്രീധരന് സംസ്കാരമില്ല അത്ര ചേറ്റ. നമ്മുടെ കുഞ്ഞാലിക്കവിടെ? അവൻ ഉറക്കം. പൂനെയിൽ 2 ദിവസം രാവും പകലും ഉറക്കം തന്നെയായിരുന്നു. എന്നാലും വണ്ടിയെ കയറിയ തൂങ്ങും. ഒരു കാര്യങ്ങൾ ശ്രീധരേട്ടാ, ഇപ്പൊ തന്നെ ആവശ്യത്തിനായല്ലോ. ലോഡും വണ്ടി കൊണ്ട് പോകണ്ടല്ലേ? ലോഡും വണ്ടി ആയാലെന്താ? ശ്രീധരനാണ് വളയം പിടിക്കണതെങ്കിൽ വണ്ടി ശ്രീധരൻ പറയുന്ന പോലെ കേൾക്കണം. കേക്കും. നീ എടുക്കും. എന്ത് പറ്റി ശ്രീധരേട്ടന്? ഇങ്ങനെ തോന്നിയോണ ഒരു കുടി ഉണ്ടായിരുന്നില്ലല്ലോ. നാരായണു, നീ ചാരായം വിൽക്കാനിരിക്കുന്നോ അതോ കുടിക്കാൻ വരുന്നവരെ മുടക്കാനിരിക്കുന്നോ? നിന്റെ മോലാളി ഒന്ന്. നിനക്ക് ഈ ഷാപ്പി ജോലി വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ അത് കളയിക്കാനും എനിക്ക് പറ്റും. ശ്രീധരേട്ടനായതുകൊണ്ടാണ് ഞാൻ പറയണത്.
അതിന് നീ എന്റെ ആരാ? നിന്റെ പെങ്ങളെ കെട്ടിട്ടൊന്നുമില്ലല്ലോ ഞാൻ. പെങ്ങടെ കല്യാണം കഴിഞ്ഞു പോയി, ഇല്ലെങ്കിൽ കെട്ടിച്ചേരായിരുന്നു. അയ്യോ വേണ്ടായി, മതിയായി. നമ്മുടെ രവി എവിടെ? അവൻ അമ്മാന്റെ ചായക്കടയെ കാണും. അവൻ ജീവിക്കാൻ പഠിച്ചവൻ. കള്ളും ചാരായവും കുടിച്ചൊന്നും കാശ് കളയും. പിന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടവരുടെ ഊസ് കിട്ടണം. നമുക്ക് എന്തോന്ന് നോക്കാൻ. എടാ നീ ദോശ ഉണ്ടാക്കുകയാണോ അതോ ചിത്രം വരയ്ക്കുക? ശരീരം കൊന്നാണ് അങ്ങനത്തെ. ഔ ഔ രവി പോണ്ടടാ. ഞാൻ റെഡി. വാ